Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന 6ാമത്തെ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പായ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ സംസം കിണർ എവിടെയാണ് എന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നതും അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മകനായ ഹാരിസയെയും കൂട്ടി അദ്ദേഹം ആ സ്വപ്നം കണ്ട ഭാഗത്ത് പോയി കുഴിച്ച് സംസം കിണർ ലഭിച്ചതും അതിനുശേഷം മറ്റുള്ള അറബി ഗോത്രക്കാരായ ആളുകൾ വന്ന് അതിന്റെ അവകാശം ചോദിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് അവരൊരു യാത്ര പോയി, ഒരു കാഹിനിനെ കാണാൻ വേണ്ടി, ജോത്സനെ കാണാൻ വേണ്ടി യാത്ര പോവുകയും ആ വഴിയിൽ വെച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന യാത്രാമാർഗം വസ്തുക്കളെല്ലാം കഴിഞ്ഞ്, ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിഞ്ഞ് അവര് ആ ഒരു മരുഭൂമിയിൽ അകപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. എന്തായാലും അതിനുശേഷം അബ്ദുൽ മുത്തലിബിന് 10ഓളം ആൺകുട്ടികൾ ഉണ്ടായി, 6 പെൺകുട്ടികൾ ഉണ്ടായി. ആ 10 മക്കളിൽ ഒരാളെ ഞാൻ ബലിയെറുക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിരുന്നു.
അബ്ദുള്ള എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാനെ ബലിയെറുക്കാൻ പോയ സംഭവങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഈ അബ്ദുള്ളക്ക് 25 വയസ്സായപ്പോ മക്കയിലെ അറിയപ്പെട്ട ബനു സഹ്റ ഗോത്രക്കാരിയായ അമിന ബിൻതു വഹബ് എന്ന് പറയുന്ന സ്ത്രീയെ അബ്ദുള്ള വിവാഹം കഴിക്കുകയും ഒരാഴ്ചയാണ് അവർ ഒരുമിച്ച് ജീവിച്ചത്. അതിനുശേഷം സിറിയയിലേക്കുള്ള ഒരു യാത്ര അദ്ദേഹം പോവുകയും യാത്രയിൽ നിന്ന് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് യസ്രിബ് എന്ന് പറയുന്ന അഥവാ ഇന്നത്തെ മദീനയിലെ ബനു നജ്ജാർ ഗോത്രത്തിൽ വെച്ച് റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ട വിഷയങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള മരണപ്പെടുന്ന സമയത്ത് ആമിന ബിൻത് വഹബിന്റെ വയറ്റിൽ ഗർഭസ്ഥ ശിശുവായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഇതേ വർഷത്തിലായിരുന്നു മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനക്കലഹ സംഭവം. അബ്രഹത്തും കൂട്ടരും കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്ന വിഷയങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. എന്തിനാണ് അബ്രഹത്തും കൂട്ടരും വന്നത്? 18ഓളം ആനകളുമായി കൊണ്ട് വലിയൊരു ആൾപ്പടയുമായിട്ടാണ് അബ്രഹത്തും കൂട്ടരും വരുന്നത്. അബ്രഹത്തിന്റെ ആനകളുടെ മുമ്പിലായിക്കൊണ്ട് മഹ്മൂദ് എന്ന് പറയുന്ന ഒരു ആനയുണ്ടായിരുന്നു. ആ ആനയെ നോക്കിയിരുന്ന പാപ്പാൻ, അതിന് ഉനൈസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പിൽക്കാലത്ത് ഈ ഉനൈസിനെ ഞങ്ങൾ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നഷ്ടപ്പെട്ട് അന്ധനായ രൂപത്തിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. എന്തായാലും അവർ പിന്നീട് മക്കയിലേക്ക് വന്നതും മക്കയിലെത്തിയ സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം വരുന്ന ഒട്ടകങ്ങളെ പിടിച്ച് ആ ഒരു സംഭവം, ഈ ഒട്ടകങ്ങളെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ചെന്ന് സംസാരിക്കുന്ന വിഷയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അവസാനം അബ്രഹത്ത് അതിനെ കൂട്ടാക്കുന്നില്ല, കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ അദ്ദേഹത്തിന് മാറ്റമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്ദുൽ മുത്തലിബ് ജനങ്ങളോട് മലയുടെ മുകളിലേക്ക് ഉൾവലിയാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബ്രഹത്തിന്റെ ആൾപ്പടയും ആനപ്പടയും അവരെ കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അബാബീൽ പക്ഷികളെ അയച്ച് കഅബാലയത്തെ സംരക്ഷിച്ചു. ഈ ഒരു സംഭവത്തിന് ശേഷം 50ഓ 55ഓ ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഭൂജാതനാകുന്നത്. അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ചില സംഭവങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മക്കയെ തെരഞ്ഞെടുത്തത്? ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് പ്രവിശ്യകളുണ്ട്, സാമ്രാജ്യത്വ രാജ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിലുണ്ട്. ഇപ്പൊ റോമും പേർഷ്യയൊക്കെ പോലെയുള്ള വലിയ അധിനിവേശ രാജ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ആ രാജ്യങ്ങളിൽ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് ജനിപ്പിച്ചില്ല. മക്ക എന്ന് പറയുന്ന നാട്ടിലാണ് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനനം നൽകിയത്. എന്തുകൊണ്ടായിരിക്കും അല്ലാഹു മക്കയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? മക്ക എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ നാഗരികതകളോ അതല്ലെങ്കിൽ വേദഗ്രന്ഥത്തിന്റെ അനുയായികളോ ഒന്നും ആയിരുന്നില്ല മക്കയിലെ നിവാസികളായ ഖുറൈശികളായ ആളുകൾ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് വേണ്ടി മക്ക തെരഞ്ഞെടുക്കാനുള്ള കാരണമായിട്ട് ചില പണ്ഡിതന്മാർ ചില സുപ്രധാനമായ യുക്തികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയമാണ്, മക്കയുടെ അല്ലെങ്കിൽ അറേബ്യയുടെ ഭൂമിശാസ്ത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അറേബ്യയുടെ ഭൂമിശാസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരുഭൂമികളാൽ ചുറ്റപ്പെട്ട നാടാണ് മക്ക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ വലിയ അധിനിവേശ സാമ്രാജ്യത്വ ശക്തികളായ റോമും പേർഷ്യയും ഒന്നും മക്കയെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ടില്ല. ഇനി അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്,
ഇപ്പൊ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആ രാജ്യത്തിൽ വില മതിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉണ്ടാകണം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം നടന്നിട്ടുണ്ട്. ഇന്ത്യയിലുള്ള വില മതിക്കുന്ന പല വസ്തുക്കളും അവര് ബ്രിട്ടീഷ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് മക്കയെ കീഴടക്കാതിരിക്കാനുള്ള കാരണം, മക്കയെ കീഴടക്കി എന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകാനില്ല. മക്കൾക്ക് അന്നെന്തില്ല, പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഒരു ചെറിയൊരു ഗ്രാമം മാത്രമായിരുന്നു മക്ക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ സാധാരണക്കാരായ മക്കയിലെ ആളുകൾ പിൽക്കാലത്ത് വലിയ അധിനിവേശ സാമ്രാജ്യത്വ ശക്തികളായ റോമിനെയും പേർഷ്യയെയും കീഴടക്കുന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്നുകൂടി നമ്മൾ ആധുനികമായിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ഒരു ഗോത്രം ഇന്ന് അമേരിക്കയെ കീഴ്പ്പെടുത്തുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയണില്ല. അതേപോലെ തന്നെയാണ് അന്ന് ചെറിയ കുഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ഖുറൈശികളായ ആളുകൾ ആ കാലഘട്ടത്തിലെ വലിയ സാമ്രാജ്യത്വ ശക്തികളായ റോമിനെയും പേർഷ്യയെയും പിൽക്കാലത്ത് അവരെ കീഴടക്കിയിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവർ റോമിനെ കീഴടക്കിയിട്ടുണ്ട്. റോമിനെ കീഴടക്കുന്ന സമയത്ത് അവിടൊക്കെ ആ മുസ്ലിമീങ്ങളുടെ രൂപം കാണുന്ന സമയത്ത്, അവരുടെ സംസാര രീതി കേൾക്കുന്ന സമയത്ത് ഇവരൊക്കെ കളിയാക്കിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് മഹാനായ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയി ചർച്ച നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പോകുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ധാരാളം മുടിയുള്ള ആളായിരുന്നു ഇബ്നു ആമിർ. അദ്ദേഹത്തിന്റെ മുടി രണ്ട് ഭാഗത്തേക്ക് മുടഞ്ഞ് മുമ്പിലേക്കിട്ട രൂപത്തിൽ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാള് കൊട്ടാരത്തിന്റെ പരവതാനിയിലൂടെ അദ്ദേഹം ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് റുസ്തമിന്റെ ദർബാറുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന രൂപത്തിൽ ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി സംസാരിക്കുന്നുണ്ട്. റുസ്തം അത്ഭുതപ്പെട്ടു എന്നാണ്. റുസ്തം പറയുന്നത് അത്ഭുതപ്പെട്ടു. ഈ ഗ്രാമീണരായ മക്കയിലെ കുഗ്രാമങ്ങളിൽ ജീവിച്ച ഖുറൈശികളായ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര സുന്ദരമായി സംസാരിക്കാൻ കഴിയുന്നത്? അതിന് കഴിഞ്ഞത് അവരുടെ ഇസ്ലാമാണ്. ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പോയി പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണം. ഇനി ഇസ്ലാം മതം സ്വീകരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, ഞങ്ങൾക്ക് നികുതി നൽകണം. നികുതി നൽകാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോളും. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോ, 3 ദിവസം വരെ ഞങ്ങൾ കാത്തിരിക്കും. ഇങ്ങനെ വളരെ സുന്ദരമായിക്കൊണ്ട് ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജനനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം പണ്ഡിതന്മാർ ഒന്നാമത്തെ യുക്തിയായിക്കൊണ്ട് വിശദീകരിക്കാണ്. മരുഭൂമികളാൽ ചുറ്റപ്പെട്ട നാടാണ് മക്ക. അതുകൊണ്ട് മറ്റുള്ള അധിനിവേശ സാമ്രാജ്യത്വ ശക്തികൾ മക്കയെ ഇന്നുവരെ കീഴടക്കിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഒരു ഏകീകരിച്ച ഭരണകൂടം മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊരു നാഗരികത ഉണ്ടായിരുന്നില്ല, ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഗോത്രം തിരിഞ്ഞ് കാലങ്ങളായി കലഹിച്ചു കൊണ്ടിരിക്കുക എന്നതിനപ്പുറമായിക്കൊണ്ട് ഒരു ഏകീകരിച്ച ഭരണകൂടം ആർക്കില്ല? ഖുറൈശികളായ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ ഏകീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കി, മറ്റൊരു രാജ്യത്ത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ റോമിലോ അല്ലെങ്കിൽ പേർഷ്യയിലാണ് പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടതെങ്കിൽ അവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു നാഗരികത ഉണ്ട്. അവിടെ അതിനു മുമ്പ് തന്നെ ഒരു സംസ്കാരമുണ്ട്, ഒരു രീതിയുണ്ട്. അപ്പൊ ആ ഒരു സംസ്കാരത്തെയും ആ ഒരു കൾച്ചറിനെയും തുടച്ചു നീക്കിയിട്ടേ പിന്നീട് ഇസ്ലാമിക് കൾച്ചർ കൊണ്ടുവരുവാൻ റസൂലുള്ളാഹിക്ക് കഴിയുള്ളൂ. ഇപ്പൊ ഒന്നൊരു ഉദാഹരണം പറഞ്ഞാല്, 2 കുപ്പി, ഒരു കുപ്പിയിലും മണ്ണും കല്ലൊക്കെ ഉണ്ട്, ഒരു കുപ്പി കാലിക്കുപ്പിയാണ്. അപ്പൊ ഈ ഒരു 2 കുപ്പിയിലേക്ക് പാലോ വെള്ളമൊക്കെ നിറക്കണമെങ്കിൽ കാലിക്കുപ്പിയായ ഒന്നുമില്ലാത്ത കുപ്പിയിലേക്ക് നിറക്കാൻ എന്താണ്? എളുപ്പമാണ്. എന്നാൽ കല്ലും മണ്ണുള്ള ആ കുപ്പി അത് ആദ്യം കൊട്ടി അതിലുള്ള മണ്ണും കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം അതിലേക്ക് വെള്ളവും പാലൊക്കെ ഒഴിക്കാൻ. അപ്പൊ അതേപോലെ തന്നെ മക്കൾക്ക് പ്രത്യേക ഒരു നാഗരികതയോ ഒരു കൾച്ചറോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിക് കൾച്ചർ അവരിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും എളുപ്പമായി. അതുകൊണ്ടാണ് അല്ലാഹു മക്കയെ തെരഞ്ഞെടുത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇതൊക്കെ പണ്ഡിതന്മാരുടെ യുക്തിയായിക്കൊണ്ട് പറഞ്ഞ സംഭവങ്ങളാണ്.
ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലല്ല, അവർ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രം. മൂന്നാമതായിട്ട് പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യമാണ്, ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിച്ച ഭവനം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥലം അത് മക്കയാണ്, കഅബയാണ്. ആ അന്തിമ പ്രവാചകന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലവും മക്കയാണ്. ഈ ലോകത്താദ്യമായി നിർമ്മിച്ച ഭവനം ഏതാ? അത് മക്ക, ഹറമാണ്, കഅബയാണ് അല്ലെ. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു മസ്ജിദിൻ ഊദിയ ഫിൽ അർദി അവൽ, റസൂൽ ആദ്യമായി കൊണ്ട് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഭവനം ഏതാ? അള്ളാഹിന്റെ ഭവനം ഏതാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു, അൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ കഅബാലയമായ മസ്ജിദുൽ ഹറാമാണ് ലോകത്താദ്യമായി കൊണ്ട് നിർമ്മിച്ച ഭവനം. അപ്പൊ അങ്ങനെയുള്ള ലോകത്താദ്യമായി നിർമ്മിച്ച ഭവനത്തിന്റെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സ്ഥലമായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തത്. ഈ ഹദീസിന്റെ ബാക്കി നോക്കാണ്, അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, അബൂദർ ഗഫാരി വീണ്ടും ചോദിക്കാണ്, റസൂൽ പിന്നെ ഏതാ? മസ്ജിദുൽ ഹറാമിന് ശേഷം പിന്നെ ലോകത്തുണ്ടായ ഭവനം ഏതാണ്? റസൂലുള്ള പറയാണ്, രണ്ടാമത് അൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസായ അല്ലെങ്കിൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ് രണ്ടാമത്തെ പള്ളി. അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, കം ബൈനഹുമ, അഥവാ മസ്ജിദുൽ ഹറം നിർമ്മിച്ച് പിന്നെ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത്? റസൂലുള്ള പറയാണ്, അർബഊന സന, 40 കൊല്ലം. 40 കൊല്ലം കഴിഞ്ഞിട്ട് മസ്ജിദുൽ ഹറം നിർമ്മിച്ച് പിന്നീട് 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്ത് നിർമ്മിക്കണത്? മസ്ജിദുൽ അഖ്സ നിർമ്മിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയം, ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിച്ച ഭവനം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അന്തിമ പ്രവാചകന്റെ ജനനത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നാലാമത്തെ വിഷയം അല്ലെങ്കിൽ നാലാമത്തെ ഒരു പോയിന്റ്, അറേബ്യൻ ജനപദത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവുകളുണ്ട് അവർക്ക്. നമ്മൾ കഴിഞ്ഞ ജാഹിലിയത്ത് വിശദീകരിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. കള്ളിനും പെണ്ണിനും യുദ്ധങ്ങൾക്കും വേണ്ടി ജീവിച്ചു. അതേപോലെ തന്നെ പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു ഗോത്രം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നെഗറ്റീവുകൾ, ഒരുപാട് ദോഷങ്ങൾ അവരിലുണ്ട്. എന്നാലും അവരിൽ ചില ഗുണങ്ങൾ, ചില പോസിറ്റീവ് വശങ്ങൾ ആരിലുണ്ട്? ഈ അറബികളായ മക്കക്കാരായ ആളുകളിലുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കാണ്, അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ശുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ റോമിലും ഗ്രീക്കിലൊക്കെ ഉള്ള നാടുകളിൽ തത്വശാസ്ത്രവും അതേപോലെ തന്നെ ഫിലോസഫിയൊക്കെ അതിൽ അടിമപ്പെട്ട ആളുകളായിരുന്നു റോമിലും ഗ്രീക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ. എന്നാൽ മക്കയിലെ ആളുകൾ ഇതിലൊന്നും അടിമപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്ന് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? മക്കക്കാരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പണ്ഡിതന്മാർ വിശദീകരിക്കാണ്, ത്യാഗസന്നദ്ധരായിരുന്നു അറബികൾ എന്ന് പറഞ്ഞാല്. വല്ലാത്ത ത്യാഗം ചെയ്യുന്നവരായിരുന്നു. നോക്കി, മക്ക എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിനെ പോലെ വെള്ളം ലഭിക്കുന്നൊരു നാടല്ല. വെള്ളം സുലഭമായിട്ട് എന്ത് ചെയ്യില്ല, അവർക്ക് ലഭിക്കില്ല. എന്നിട്ട് പോലും ഖുസൈന്റെ ഒക്കെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ പിതാമഹനായ ഖുസൈന്റെ കാലഘട്ടത്തിൽ അവര് ഹാജിമാരായ ആളുകൾ ഹജ്ജിന് വേണ്ടി വരുന്ന സമയത്ത് അവർക്ക് കുടിക്കാനുള്ള വെള്ളം അന്ന് അവിടെ അല്ല. സംസം കിണറിന്റെ സ്ഥാനം എന്ന് അവിടെ എന്നുള്ളത് ആർക്കും അറിയില്ല. അത് പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ് അത് കണ്ടെത്തുന്നത്. ഇപ്പൊ മക്കയുടെ അതിർത്തിയിൽ നിന്ന്, മക്കയുടെ ദൂര പ്രദേശങ്ങളിൽ നിന്ന് പോയിട്ട് അവർ വെള്ളം എടുത്ത് ഈ ഹജ്ജിന് വരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് സൗജന്യമായിട്ട് വെള്ളം നൽകി. അങ്ങനെ വല്ലാത്ത ത്യാഗസന്നദ്ധരായിരുന്നു അറബികൾ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ അവരുടെ പ്രത്യേകത അല്ലെങ്കിൽ മൂന്നാമത്തെ അവരുടെ പോസിറ്റീവ്, അസാമാന്യ ധീരതയുള്ളവരായിരുന്നു അവർ. അവർ ഭീരുക്കളായിരുന്നില്ല, അവർ ധീരരെ വാഴ്ത്തിയിരുന്നു. അതേപോലെ തന്നെ ധീരരെ പുകഴ്ത്തിയിരുന്നു. ധീരർക്ക് വേണ്ടി അവർ കവിതകൾ പോലും രചിച്ചിരുന്നു. ഇപ്പൊ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കവിയത്രിയാണ് ഹൻസ എന്ന് പറയുന്ന കവിയത്രി. ഹൻസ എന്നുള്ളത് ജാഹിലിയത്തിലും ഇസ്ലാമിലും ജീവിച്ചൊരു കവിയത്രിയാണ്. അവരുടെ സഹോദരനായ മുആവിയയും സഹദും മരണപ്പെട്ടപ്പോ അവരുടെ ധീരത പറഞ്ഞു പാടുന്ന ഒരുപാട് കവിതകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഹൻസാഇന്റെ സഹോദരന്മാര് മരണപ്പെട്ടപ്പോ അവരുടെ വാഴ്ത്തുന്ന, അവരുടെ മഹത്വം പറയുന്ന ഒരുപാട് കവിതകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ കവിതകളിൽ കാണാൻ കഴിയും. എന്തായാലും അറബികളായ ആളുകൾ
അസാമാന്യ ധീരതയുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ വധിക്കണത് വഹ്ശി എന്ന് പറയുന്ന കാട്ടറബിയാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ്. ഈ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഈ വഹ്ശി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് വധിക്കുന്നത് എന്ന വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പറയാണ്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പോയി അദ്ദേഹവുമായി കൊണ്ട് ദണ്ഡയുദ്ധം നടത്താനുള്ള ധൈര്യം എനിക്കില്ല. കാരണം വന്യമൃഗങ്ങളെ പോലും വേട്ടയാടിയിരുന്ന വ്യക്തിയായിരുന്നു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇദ്ദേഹം ഈ ഉഹദിന്റെ രണഭൂമിയിൽ ഒരു ശത്രുവിനെ വെട്ടി, ആ ശത്രു മരണപ്പെട്ട സമയത്ത് അദ്ദേഹം ആ ഒരു ആഹ്ലാദത്തിൽ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പൊക്കുകയാണ്. വാളും പരിചയെടുത്ത് കൈ ഇങ്ങനെ പൊക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പടയങ്കി ഒന്ന് മേലേക്ക് ഉയർന്നു. ആ മേലേക്ക് ഉയർന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൊക്കിളിന്റെ ഭാഗം കുറച്ച് കണ്ടു. ആ ഭാഗത്തേക്കാണ് ഞാൻ ചാട്ടുളി എറിയുന്നത് എന്ന് വഹ്ശി പറയുന്നത്. ഈ വഹ്ശിന്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മക്കക്കാരായ ഖുറൈശികളിൽപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ശക്തനായ പോരാളിയായിരുന്നു. അവര് ധീരരായിരുന്നു, അവര് ഭീരുക്കളല്ല എന്നുള്ളതാണ്. നാലാമത്തെ അവരുടെ പ്രത്യേകത വാക്ക് പാലിക്കുന്നവരായിരുന്നു. ഖുറൈശികൾക്കൊരു പ്രത്യേകത, അവർ വെറുതെ വാക്ക് കൊടുക്കൂല. ഇനി വാക്ക് കൊടുത്താലോ അതിനു വേണ്ടി മരിക്കാനും അവർ തയ്യാറായിരുന്നു. വെറുതെ ഒന്നും ചെയ്യില്ല, അവർ വാക്ക് കൊടുക്കൂല, പക്ഷെ വാക്ക് കൊടുത്താൽ അതിനു വേണ്ടി മരിക്കാനും അവർ തയ്യാറാണ്. റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം ചെയ്തു, എനിക്ക് 10 ആൺകുട്ടികൾ ഉണ്ടായാൽ അതിലൊരു ആൺകുട്ടിനെ ഞാൻ എന്ത് ചെയ്യും, നേർച്ച കൊടുക്കുമെന്നത്. അങ്ങനെ ആ നേർച്ച കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ 10 ആൺകുട്ടികൾ ഉണ്ടായതിനു ശേഷം ഖുറൈശികളായ ആരും അദ്ദേഹത്തെ നിർബന്ധിക്കണില്ല. നിങ്ങൾ പറഞ്ഞതല്ലേ, ശപഥം എടുത്തതല്ലേ, പ്രതിജ്ഞ ചെയ്തതല്ലേ, എന്താണ് എന്നിട്ട് മക്കളെ അറുക്കാത്തത് എന്ന് ചോദിക്കണില്ല. അതേ മകനായ അബ്ദുള്ളയെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഖുറൈശികളായ ആളുകൾ തടുക്കണേ, നിങ്ങൾ ചെയ്യരുത് എന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിന് അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിന് അദ്ദേഹം ചെയ്തു പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഇതിനോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. എന്തായാലും അഞ്ചാമത്തെ ഒരു പോയിന്റ് ആണ്, ചതിയും വഞ്ചനയും വലിയ പാപമായിട്ട് മക്കയിലെ ആളുകൾ കണ്ടു എന്നുള്ളതാണ്. മക്കക്കാരായ ആളുകളുടെ പോസിറ്റീവിൽ പെട്ടൊരു വിഷയമാണ് ചതിയും വഞ്ചന എന്നുള്ളത് അവർ വലിയ പാപമായിട്ട് കണ്ടു. കാനക്കല സംഭവം വിശദീകരിച്ച സമയത്ത് കഅബാലയത്തെ കാണിക്കാൻ വേണ്ടി ത്വായിഫിൽ നിന്ന് അബൂ റിഗാൽ എന്ന് പറയുന്ന വ്യക്തി പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അബൂ റിഗാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ത്വായിഫുകാരനാണ്. അപ്പൊ അബ്രഹത്തിന്റെ കൂടെ കഅബാലയം കാണിക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര പോകുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, അറബികളായ ആളുകളെ ചതിക്കുകയാണ്. ആ ചതിക്കുന്നത് കൊണ്ട് തന്നെ ഈ അബൂ റിഗാലിന്റെ ഖബറിൽ പോയിട്ട് ആളുകൾ എന്ത് ചെയ്തിരുന്നു, കല്ലെറിഞ്ഞിരുന്നു. ആ അബൂ റിഗാലിന്റെ ഖബറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. അബൂ റിഗാലിന്റെ ഖബറിൽ പോയിട്ട് ആളുകൾ മാലിന്യം എറിഞ്ഞിരുന്നു, അവിടെ കാർത്തിച്ച് തുപ്പിയിരുന്നു. കാരണം അറബികളെ ചതിക്കാൻ നോക്കിയ ആളാണ്, ഖുറൈശികളായ ആളുകളെ ചതിക്കാൻ നോക്കിയ ആളാണ് ഈ അബൂ റിഗാൽ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ചതിയെയും വഞ്ചനയെയും വലിയ പാപമായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. അതേപോലെ അല്ലെങ്കിൽ അറബികളുടെ മറ്റൊരു പോസിറ്റീവാണ് അറബി ഭാഷയുടെ സവിശേഷത എന്നുള്ളത്. ലോകത്ത് ഒരുപാട് ഭാഷകൾ ഉണ്ടായിരുന്നു, എന്നാൽ ആ കാലഘട്ടത്തിലും പൂർണ്ണത പാലിച്ച ഏക ഭാഷ അറബി ഭാഷ മാത്രമാണ്. ആ കാലഘട്ടത്തിലെ ഒരുപാട് സെമിറ്റിക് മതങ്ങൾ ഇന്നും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഷകൾ ഇന്നും ഉണ്ട്. പക്ഷേ ആ ഭാഷകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, ഒരു 80 കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാള ഭാഷയുടെ അവസ്ഥയും ഇന്നത്തെ മലയാള ഭാഷയുടെ അവസ്ഥ നോക്കിയാൽ മതി, എത്ര വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അറബി ഭാഷയും ഇന്നത്തെ അറബി ഭാഷയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പൊ അറബി ഭാഷ അല്ലെങ്കിൽ ആ ഒരു ഭാഷയുടെ സവിശേഷത നമുക്ക് കാണാൻ കഴിയും. വലിയ പദസമ്പത്ത് അറബി ഭാഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒട്ടകത്തിന് അറബി ഭാഷയിൽ ഇബില് അല്ലെങ്കിൽ ജമല് എന്നൊക്കെ പറയും. അതേപോലെ ഒട്ടകത്തിനെ 100ഓളം വാക്കുകൾ എന്ത് ചെയ്യാൻ കഴിയും, അറബി ഭാഷയിൽ കാണാൻ കഴിയും. ഒട്ടകം എന്ന് പറയുന്ന ജന്തുവിന് മാത്രം 100ഓളം വാക്ക്, തേനിന് 80ഓളം വാക്കുകൾ എന്തുണ്ട് അറബി ഭാഷയിലുണ്ട്. അങ്ങനെ ഒരുപാട് പദസമ്പത്തുള്ള ഭാഷയായിക്കൊണ്ട് അറബി ഭാഷ മാറി. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അറബികളായ ആളുകൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരുപാട് പോസിറ്റീവുകളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവസാനമായിട്ട് വിശദീകരിക്കാനുള്ളത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അള്ളാഹു മക്ക തെരഞ്ഞെടുക്കാനുള്ള അവസാനത്തെ കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പൂർത്തീകരണമായിരുന്നു അള്ളാഹു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജനനത്തിന് വേണ്ടി മക്ക തെരഞ്ഞെടുത്തത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്? 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 129-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അള്ളാഹുവേ അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിയോഗിക്കണേ, അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നീ നിയോഗിക്കണേ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, തുലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, അവർക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെ അവരിൽ നിന്ന് തന്നെ ദൂതനായിക്കൊണ്ട് നീ നിയോഗിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജനനത്തിന് വേണ്ടി അള്ളാഹു മക്ക തെരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ ഇതൊക്കെയാണ് പ്രവാചകന്റെ ജന്മസ്ഥലമായിക്കൊണ്ട് മക്ക തെരഞ്ഞെടുക്കാനുള്ള കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതെങ്കിൽ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാൻ സ്വഹാബികളെയാണ് തെരഞ്ഞെടുത്തത്. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും തെരഞ്ഞെടുത്തില്ല. എന്താ അതിനുള്ള കാരണം? റസൂലുള്ളാഹിന്റെ സ്വഹാബികളായിക്കൊണ്ട് അല്ലെങ്കിൽ സ്വഹാബി വനിതകളായിക്കൊണ്ട് പറയുന്ന എന്നെയോ കേൾക്കുന്ന നിങ്ങളെയോ തെരഞ്ഞെടുത്തില്ല. എന്താ അതിനുള്ള കാരണം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി. അല്ലാഹു ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, ആ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ്, അല്ലെങ്കിൽ ആ ഒരു കൽബാണ് അള്ളാഹു കണ്ടത്. ആ പ്രവാചകനെ അവസാനത്തെ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തു. ജനങ്ങളിലേക്ക് എത്തി നോക്കിയപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ കൽബിന്റെ ഉടമ അത് റസൂലുള്ളയാണ്. ആ റസൂലുള്ളയെ അവസാനത്തെ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തു. എന്നിട്ട് ശേഷം പിന്നെ അള്ളാഹു വീണ്ടും നോക്കി ഫീ ഖുലൂബിൽ ഇബാദ്, അടിമകളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും നോക്കി. ബഅദ ഖൽബ മുഹമ്മദിൻ, പ്രവാചകന്റെ ഹൃദയത്തിന് ശേഷം ഏറ്റവും നല്ല ഹൃദയം ആരുടേതാണെന്നുള്ളത് അള്ളാഹു നോക്കിയപ്പോ പ്രവാചകന്റെ സ്വഹാബികളുടെ ഹൃദയമാണ് കണ്ടത്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ കൂട്ടത്തിൽ എന്ത് ചെയ്തില്ല? പറയുന്ന എന്നെയോ കേൾക്കുന്ന നിങ്ങളെയോ തെരഞ്ഞെടുത്തില്ല. കാരണം നമ്മൾ അതിന് യോഗ്യരല്ല എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ചരിത്രത്തിൽ 2-ാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിക്ക് സ്ഥാനം കൊടുത്തു. മുആവിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അദ്ദേഹം താബീങ്ങളിൽ അല്ലെങ്കിൽ ഉമവി ഭരണകൂടത്തിലെ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, മുആവിയക്കാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനാണോ സ്ഥാനം കൂടുതൽ? ഈ രണ്ട് വ്യക്തികളിൽ ഏറ്റവും സ്ഥാനമുള്ളത് ആർക്കാണ്? ഈ പണ്ഡിതൻ അതിന് കൊടുത്ത മറുപടി, മുആവിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് കയറിയ പൊടിയില്ലേ, ആ പൊടിന്റെ സ്ഥാനം പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയപ്പെടുന്ന 2-ാം ഉമർ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയെ മോശമാക്കല്ല. പക്ഷെ എന്തായാലും സ്ഥാനം കൂടുതൽ ആർക്കായിരിക്കും? സ്വഹാബികൾക്കാണ്. ആ സ്ഥാനം കഴിഞ്ഞിട്ടേ താബീങ്ങൾക്കും താബീങ്ങൾക്കും ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ കൂടെ അനുയായി ആയിക്കൊണ്ട് ജീവിക്കാൻ സ്വഹാബികളെ തെരഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞ ആദ്യത്തിലേക്ക് കടക്കാം. പ്രവാചകന്റെ ജനനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നമ്മൾ പറഞ്ഞു. ആനക്കല സംഭവത്തിന് ശേഷം 50-55 ദിവസങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇവിടെ പല ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. പല രൂപത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാ എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പല ഉദ്ധരണികളും എന്തുണ്ട് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. പക്ഷെ 100% ഉറപ്പുള്ള ഉദ്ധരണികൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്.
ചില ദഈഫായ ഉദ്ധരണികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹിന്റെ ജനനം ഉണ്ടായപ്പോൾ ഹറമിലെ മിനാരങ്ങൾ സുജൂദിൽ വീണു എന്ന് ചില ആളുകൾക്ക് പറയാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഹറമിന് മിനാരം പോലും ഉണ്ടായിരുന്നില്ല. അതെന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി പറയാണ്, നല്ല ഉദ്ദേശം വെച്ചിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ റസൂലുള്ളാഹിക്ക് ഉള്ള മദ്ഹ് തന്നെ പറഞ്ഞാൽ മതി, അതന്നെ കൂടുതലാണ്. അപ്പൊ അതേപോലെ രണ്ടാമത്തെ ഒരു വിഷയമാണ് റസൂലുള്ളാഹിന്റെ ജന്മ സമയത്ത് കിസ്റയുടെ കൊട്ടാരങ്ങൾ തകർന്നു വീണു എന്നുള്ളതാണ്. ഇതൊന്നും സ്വഹിയായിട്ട് എവിടെയും കാണാൻ കഴിയില്ല. മജൂസികൾ വലിയ അവരുടെ കാര്യമായി കാണുന്ന ഒരു തീയുണ്ട്. അപ്പൊ സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, അവരെ ആരാധിക്കുന്ന മജൂസികൾ തീയിനെ ആരാധിക്കുന്ന ആളുകളാണ്. ആ തീ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ഗൗരവം കൊടുത്തിരുന്നു. അപ്പോ പ്രവാചകന്റെ ജനനത്തിന് ശേഷം ആ തീ അണഞ്ഞുപോയി എന്നുള്ള ചില ഉദ്ധരണികളും കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് പ്രവാചകൻ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. പക്ഷെ ഇതൊന്നും സ്വഹീഹായിട്ട് എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പൊ സ്വഹീഹായിട്ട് വന്ന സംഭവം എന്താണ്? അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. എൻ്റെ ഉമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബിൻത് വഹബ്. അവര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണാണ്. എന്താണ് ആ സ്വപ്നത്തിലുള്ളത്? റഅതു ഉമ്മി കഅന്നഹു ഖറജ മിൻഹാ നൂറുൻ. എൻ്റെ ഉമ്മ അവര് സ്വപ്നം കണ്ടത് അവരുടെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് പോകുന്നതാണ് സ്വപ്നത്തിലുള്ളത്. ഈ ഒരു സ്വപ്നമാണ് ഉമ്മ കണ്ടത്. എന്നിട്ട് അളഅത് മിൻഹു ഖുസൂർ ശാം, ആ പ്രകാശം കൊണ്ട് ഷാമിന്റെ പ്രദേശങ്ങൾ പ്രകാശപൂരിതമായി എന്നുള്ളതാണ്. ഷാമിന്റെ കൊട്ടാരങ്ങൾ പ്രകാശപൂരിതമായി. ഇതാണ് സ്വപ്നം. അഥവാ റസൂലുള്ളാഹിന്റെ ഉമ്മ അമിന ബിൻത് വഹബ് സ്വപ്നം കാണുകയാണ്, അവര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിൽ നിന്ന് ഒരു പ്രകാശം പോയി. ആ പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങളിൽ പ്രകാശപൂരിതമാക്കി. ഇതാണ് അവർ സ്വപ്നമായി കൊണ്ട് കണ്ടത്. അപ്പൊ എന്താണ് ഇവിടെ ഷാമ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? ഷാമിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മളിന്ന് ഷാമ് എന്ന് കാണുമ്പോൾ ഇന്നത്തെ ആധുനിക ഷാമല്ല, പണ്ട് ജെറൂസലേമും ബൈത്തുൽ മുഖദ്ദസൊക്കെ അടങ്ങുന്ന പ്രദേശങ്ങൾ മുഴുവനും ചേർന്നതാണ് അന്നത്തെ ഷാമ് എന്ന് പറഞ്ഞാല്. സൂറത്ത് ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ബാറക്നാ ഹൗലഹു, അതിന് ചുറ്റും അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഷാമിന്റെ 2-ാമത്തെ പ്രത്യേകത, അറേബ്യക്ക് പുറത്ത് മുസ്ലിമീങ്ങൾ ആദ്യമായി കൊണ്ട് കീഴടക്കിയ പ്രദേശം അത് ഷാമാണ്. അറേബ്യക്ക് പുറത്ത് മുസ്ലിമീങ്ങൾ ആദ്യമായി കൊണ്ട് കീഴടക്കിയ പ്രദേശം ഏതാണ്? ഷാമാണ് എന്നുള്ളതാണ്. അല്ലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ യർമൂക്ക് യുദ്ധം, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവസാനിച്ച ഖാദിസിയ യുദ്ധത്തിന്റെ അവസാനം മുസ്ലിമീങ്ങൾക്ക് ഷാമിന്റെ അധികാരം ലഭിച്ചു. ഇനി അവസാനായിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ അടയാളമായി കൊണ്ട് ലോകത്തിറങ്ങും ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി. ആ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങാൻ പോണത് എവിടെ? ദമസ്കസിലെ വെള്ള മിനാരത്തെ ഇടത്തെ ഗോമണിയിലാണ്. ആ ദമസ്കസ് ഉള്ളത് ഷാമിന്റെ ഭാഗത്തായിരിക്കും എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി കൊണ്ട് സ്വഹിയായിട്ട് വന്ന ഒരു സംഭവമാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മ സ്വപ്നം കാണുകയാണ്, അവിടെ വയറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകാശം പോയി, അത് ഷാമിന്റെ കൊട്ടാരങ്ങളിൽ പ്രകാശപൂരിതമാക്കി. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ താബിഈ പണ്ഡിതൻ ഇമാം മുജാഹിദ് റഹ്മഹുള്ളയുടെ ഒരു ഉദ്ധരണി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് 4 സന്ദർഭങ്ങളിൽ പിശാച് അട്ടഹസിച്ച് കരഞ്ഞു എന്നുള്ളതാണ്. 4 സന്ദർഭങ്ങളിലാണ് പിശാച് എന്ത് ചെയ്യുന്നത്? വലിയ അലമുറട്ട് അട്ടഹസിച്ച് കരയുന്നത്. ഏതൊക്കെയാണ് 4 സന്ദർഭങ്ങൾ? ഒന്നാമതായിക്കൊണ്ട് ഇമാം മുജാഹിദ് റഹ്മഹുള്ള വിശദീകരിക്കാണ്, പിശാചിനെ അള്ളാഹു ശപിച്ച ദിവസം, പിശാചിന് ലഅനത്ത് പറഞ്ഞ ദിവസവും പിശാച് എന്ത് ചെയ്തിട്ടുണ്ട്? അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സന്ദർഭം പിശാചിനെ ഭൂമിയിലേക്ക് ഇറക്കിയ സമയത്ത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് ഇറക്കിയ സമയത്ത് പിശാച് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായപ്പോൾ, പ്രവാചകൻ ജനിച്ച സമയത്തും പിശാച് എന്ത് ചെയ്തിട്ടുണ്ട്? അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സന്ദർഭം സൂറത്ത് ഫാത്തിഹ അവതരിച്ചപ്പോൾ, സൂറത്ത് ഫാത്തിഹ അവതരിച്ച സമയത്തും പിശാച്
അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം മുജാഹിദ് റഹ്മഹുല്ല അദ്ദേഹത്തിന് ഒരു അസറായിക്കൊണ്ട് പറയാറുണ്ട്. അപ്പൊ ഇതാണ് റസൂലുള്ളാഹിന്റെ ജനനവുമായി കൊണ്ട് വിശദീകരിക്കാനുള്ളത്. എന്നാണ് റസൂലുള്ള ജനിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം നമുക്കറിയാം, ആനക്കല വർഷമാണ്. മഹാനായ ഖൈസ് ബിൻ മഖ്റമ എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഉലിത്തു, ഞാൻ ജനിച്ചു, അനാ വ റസൂലില്ലാ, ഞാനും റസൂലുള്ളയും ജനിച്ചു. എപ്പോ? ആ മുൽഫീൽ, ആനക്കല സംഭവത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വർഷത്തിലാണ് ഞാനും റസൂലുള്ളയും ജനിക്കണത് എന്ന് ഖൈസ് ബിൻ മഖ്റമ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജനന വർഷം അത് ആനക്കല സംഭവത്തിന് ശേഷമാണ്. ഏത് മാസത്തിലാണ്? അതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം റബീഉൽ അവ്വൽ മാസം എന്നുള്ളതാണ്. ജുംഹൂറിന്റെ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം റബീഉൽ അവ്വൽ മാസം. എന്നാൽ ഒരു ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞത് റമളാനിലാണ് എന്നൊരു അഭിപ്രായം. റമളാനിലാണ് റസൂലുള്ളാഹി ജനിച്ചത് എന്ന അഭിപ്രായം. അപ്പൊ വർഷം ആനക്കാല വർഷമാണ്. റസൂലുള്ളാഹി ജനിക്കുന്ന മാസം റബീഉൽ അവ്വലാണ്. ഏത് ദിവസത്തിലാണ്? തിങ്കളാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി ദാലിക യൗമുൻ, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഉലിതു ഫീഹി, ഞാൻ ആ ദിവസമാണ് ജനിച്ചത്. അതേപോലെ തന്നെ ആ ദിവസമാണ് എനിക്ക് വഹി അവതരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വർഷത്തിലോ മാസത്തിലോ ദിവസത്തിലോ വലിയ ചർച്ചയില്ല. ഇനി ചർച്ച നടക്കുന്നത് ഏതിലാണ്? ഏത് ഡേറ്റിലാണ് എന്നുള്ളതാണ്. പ്രവാചകന്റെ ജനനം ഏത് ഡേറ്റിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച. അതിൽ മഹാനായ ഇബ്നു ഇസ്ഹാഖിനെ പോലെ, സീറയുടെ ആധികാരിക ഗ്രന്ഥമായ അതിന്റെ രചയിതാവായ ഇബ്നു ഇസ്ഹാഖിനെ പോലെ, ഇബ്നു അബി ശൈബയെ പോലെ, ഇബ്നു ഹിശാമിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളതാണ്. റബീഉൽ അവ്വൽ 12-നാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ അതല്ലാത്ത അഭിപ്രായമുള്ള പണ്ഡിതന്മാരും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ അന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി ജനിച്ചതിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, റബീഉൽ അവ്വൽ 2-നാണ് റസൂലുള്ളാഹിന്റെ ജനനമെന്ന് ഇബ്നു അബ്ദുൽ ബർറും ഇമാം വാഖിദി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 8-നാണെന്ന് ഇമാം മാലിക്, ഇമാം സുഹരി, ഇബ്നു ഹസം റഹ്മഹുല്ലാഹ് തുടങ്ങിയ ആളുകളൊക്കെ പറഞ്ഞത് റബീഉൽ അവ്വൽ 8-നാണ് എന്നുള്ളതാണ്. റബീഉൽ അവ്വൽ 10-നാണെന്നാണ് ഇമാം ഷഅബി, അതേപോലെ തന്നെ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലൊക്കെ പറഞ്ഞത് റബീഉൽ അവ്വൽ 10-നാണ്. അപ്പൊ 8-2 എന്ന അഭിപ്രായമുണ്ട്, 8 എന്ന അഭിപ്രായമുണ്ട്, 10 എന്ന അഭിപ്രായമുണ്ട്, 12 എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ 12 എന്നുള്ളത് അത് കൂടുതൽ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? സീറയുടെ ആധികാരിക ഗ്രന്ഥമായ ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് 12 എന്നാണ്. അതിനെ തർജ്ജമ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ അത് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും എന്ത് പറഞ്ഞു? റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളതാണ്. സാന്ദർഭികം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇതേ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് ഓരോ വർഷവും ഓരോ മോടി കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ പ്രത്യേകതകൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പണ്ടുള്ള കാലങ്ങളിൽ കാണാത്ത പല രൂപത്തിലൊക്കെ ആഘോഷങ്ങളുടെ രീതി മാറുന്നുണ്ട്. ആദ്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, നബിദിനം ആഘോഷിക്കുന്നത് ആരാ? നമുക്കറിയാം. ഇത് ഈ ആഘോഷിക്കുന്ന ആളുകൾക്ക് അടക്കറിയാം, അത് സ്വഹാബികളല്ല, അത് താബീങ്ങളല്ല, അത് താബീങ്ങളല്ല. അത് വ്യക്തമായിക്കൊണ്ട് ഈ ആഘോഷിക്കുന്ന ആളുകൾക്ക് വരെ അറിയാം. പിന്നെ ആദ്യമായിക്കൊണ്ട് ആഘോഷിക്കുന്നത് ഹിജറ 500-കളിൽ ആദ്യമായി തുടങ്ങുന്നത് ഷിയാ ഭരണകൂടമാണ്. അഥവാ ഈജിപ്തിലെ ഫാത്തിമിയാക്കളാണ് ആദ്യമായിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. അവർ റസൂലുള്ളാഹിന്റെ ജന്മദിനം മാത്രമല്ല ആഘോഷിച്ചത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ, ഫാത്തിമ ബീവിയുടെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ തുടങ്ങിയ ആളുകളുടെ ഒക്കെ ജന്മദിനം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ ആഘോഷിച്ചിട്ടുണ്ട്. ഇതിന് അവര് റബീഉൽ അവ്വൽ 17-നാണ് ഇവർ കൂടുതലായിട്ട് ആഘോഷിച്ചത്. റബീഉൽ അവ്വൽ 12-നല്ല, റബീഉൽ അവ്വൽ 17-നായിരുന്നു ഈ ഫാത്തിമിയാക്കളായ ആളുകൾ ആഘോഷിച്ചത്. എന്നാൽ ഈജിപ്തിന്റെ പതനത്തിന് ശേഷം ഈ വിശ്വാസം പിന്നീട് സുന്നി വിശ്വാസങ്ങളിലേക്ക് ചേക്കേറി. അപ്പൊ ചെറിയ ചെറിയ രൂപത്തിൽ പല പ്രദേശങ്ങളിലും ചില ആളുകളൊക്കെ ഇത് തുടങ്ങാൻ തുടങ്ങി. ഇത് ഈ നബിദിനം പല ആളുകളും തുടങ്ങി. എന്നാൽ ഇതൊരു ഗവൺമെന്റിന്റെ കീഴിൽ ആഘോഷിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ഹിർബൽ ഭരിച്ച മലിക് മുളഫറുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്.
മലിക് മുളഫർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഹിജറ 12 ഇറാഖിലെ ഹിർബൽ ഭരണാധികാരിയായ മലിക് മുളഫർ ആണ് ആദ്യമായിക്കൊണ്ട് ഒരു ഗവൺമെന്റിന്റെ കീഴിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഇവിടെ ഈ ഭരണാധികാരികളായ ആളുകൾ അവർ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള അവരുടെ ഉദ്ദേശം? സ്വാഭാവികമാണ്, ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ ആ നാട്ടിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ആചരിക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക ഭദ്രത ആ നാട്ടിൽ ഉണ്ടാകും. ഒന്നൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ദുബായിൽ നടക്കുന്ന ദുബായ് ഫെസ്റ്റ് ഒക്കെ, ആ ദുബായ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ നാട്ടിൽ എന്തുണ്ട്, പ്രത്യേകമായിക്കൊണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നുണ്ട്. 4 വർഷം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷം ഖത്തറിലായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ ഇതിന്റെ സമയത്ത് ഓരോ രാജ്യങ്ങളും ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ രാജ്യത്തിന് കിട്ടണം. കാരണം ആ ഒരു സാമ്പത്തിക ഭദ്രത ലഭിക്കാൻ വേണ്ടിയിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, വലിയ കച്ചവടങ്ങൾ ഉണ്ടാകും. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതോടുകൂടി അവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ആ ഗവർണറുടെ കീഴിൽ ലഭിക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലിക്കുൽ മുളഫറുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യം തുടങ്ങുന്നത്. ഈ രാജാവ് തുടങ്ങി, ഈ ഗവർണർ തുടങ്ങി, അയാൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു, തൊട്ടപ്പുറത്തെ പ്രദേശത്തെ ഭരണാധികാരി തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ പല ആളുകളും ഇത് തുടങ്ങി, പിന്നീട് ഇത് ലോകവ്യാപകമായിക്കൊണ്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വർഷത്തിലെ റബീഉൽ അവ്വൽ 12 മാത്രം ആകാൻ പാടില്ല. പ്രവാചകന്റെ സ്നേഹം, പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടായിരിക്കണം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. അപ്പൊ മാർച്ച് 21 മദേഴ്സ് ഡേ ആണ്. ഒരാള് ആ ദിവസത്തിൽ ഉമ്മാനെ പ്രത്യേകം സ്നേഹിക്കുന്നു, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ബാക്കിയുള്ള ദിവസം ഉമ്മാനെ തിരിഞ്ഞു നോക്കണില്ല, അയാൾ ഉമ്മാനെ സ്നേഹിച്ച ആളാണെന്ന് നമ്മൾ പറയുമോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഷത്തിലെ ഒരു ദിവസത്തിൽ മാത്രമല്ല സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിക്കാനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ അധ്യാപനങ്ങളെ, പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ജനിച്ച സമയം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്? താബീഈ പണ്ഡിതൻ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാഹ് അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹം കഴിച്ച ആളാണ് സഈദ് ബിൻ മുസയ്യിബ്. ഈ സഈദ് ബിൻ മുസയ്യിബ് പറയാണ്, നട്ടുച്ച സമയത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അഥവാ ലോകത്തിന് മുഴുവൻ വെളിച്ചമായി ജനിച്ച വ്യക്തി, ഭൂമിയിൽ ഏറ്റവും പ്രകാശം ലഭിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹിയും ജനിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ ജനിച്ച സമയത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബിൻത്ത് വഹബ് പ്രവാചകന്റെ വല്യപ്പായ അബ്ദുൽ മുത്തലിബിനെ ഈ വിവരം അറിയിച്ചു. അബ്ദുൽ മുത്തലിബ് നേരെ വന്ന് കുട്ടിയെ കയ്യിലെടുത്ത് കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി. കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി മുഹമ്മദ് എന്ന നാമം റസൂലുള്ളാഹിക്ക് നൽകി. റസൂലുള്ളാഹിക്ക് മുഹമ്മദ് എന്ന് പറയുന്ന നാമം നൽകണത് റസൂലുള്ളാഹിന്റെ വല്യപ്പായ അബ്ദുൽ മുത്തലിബാണ്. അഥവാ സ്തുതിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥം വരുന്ന പേര് റസൂലുള്ളാഹിക്ക് നൽകി. എന്നിട്ട് റസൂലുള്ളാഹിക്ക് അഖീഖയെ അറുത്തു, ഒരു ആടിനെ അറുത്തു. പിന്നീട് 7ാമത്തെ ദിവസം പ്രവാചകന്റെ ഖിതാൻ നടത്തി, ചേലാകർമ്മം ചെയ്തു എന്നാണ് ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇതാണ് റസൂലുള്ളാഹിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങൾ. പ്രവാചകന് പാല് കൊടുത്ത ചില സ്ത്രീകളുണ്ട്, പ്രവാചകന്റെ മുലകുടി ബന്ധത്തിലുള്ള ചില ഉമ്മമാരുണ്ട്. ഒന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബിൻത്ത് വഹബാണ്. 2 സുവൈബ അൽ-അസ്ലമിയ്യ അഥവാ അബൂലഹബിന്റെ അടിമ സ്ത്രീ ആയിരുന്നു സുവൈബ അൽ-അസ്ലമിയ്യ. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇവരെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. 3ാമത് ഹലീമ സഅദിയ. ഈ ഹലീമ സഅദിയന്റെ ചരിത്രം നമ്മൾ സുദീർഘമായി പഠിക്കണം. ആരാണ് ഹലീമ സഅദിയ? ഹലീമ സഅദിയന്റെ വീട്ടിൽ റസൂലുള്ളാഹിക്ക് ഉണ്ടായ പ്രവാചകന്റെ ഹൃദയം പിളർത്തിയതുമായി ബന്ധപ്പെട്ട, മലക്കുകൾ വന്നതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. 4ാമത് ഇംറാത്തും മിൻ ബനി സഅദ്, ബനു സഅദ് ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയും റസൂലുള്ളാഹിക്ക് പാല് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പാല് കൊടുത്ത സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മമാരാണ്. ഈ സ്ത്രീകൾ വേറെ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടുണ്ടെങ്കിലോ പ്രവാചകൻ അവരുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങളാണ്. അങ്ങനെ പ്രവാചകന്റെ സഹോദരങ്ങളായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് വിശദീകരിച്ചത് പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
അള്ളാഹു മക്ക തെരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മൾ വിശദീകരിച്ചു. അതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ്. അതേപോലെ അതിൽ ശേഷം മനസ്സിലാക്കിയ ഒരു വിഷയമാണ് പ്രവാചകന്റെ ജനനം എപ്പോഴായിരുന്നു, എന്നാണ് റസൂലുള്ള ജനിക്കണത്, റസൂലുള്ള ജനിച്ച സമയം എപ്പോഴാണ്, അതിന്റെ ദിവസം എന്നാണ്, വർഷം എന്നാണ്, ഏതു മാസമാണ്, ജനിച്ച സമയത്തെ കുറിച്ച് സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മഹുല്ലാഹ് പറഞ്ഞ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കി. അവസാനം നമ്മൾ മനസ്സിലാക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുത്ത മുലകുടി ബന്ധത്തിലുള്ള ഉമ്മമാരായ 4 ഉമ്മമാരെ കുറിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.